കോതമംഗലം രൂപതയുടെ മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി രൂപത മുരിക്കാശ്ശേരിയിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. കുടിയേറ്റ കാലത്തിന് ശേഷമുള്ള നവീന ഇടുക്കിയുടെ ശില്പിയാണ് മാർ ജോർജ് പുന്നക്കോട്ടിലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഹൈറേഞ്ച് മേഖലയുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക വളർച്ചയ്ക്കായി അദ്ദേഹം നൽകിയ ധീരമായ നേതൃത്വത്തെ യോഗം അനുസ്മരിച്ചു. 1977 മുതൽ 2003 വരെ അവിഭക്ത കോതമംഗലം രൂപതയുടെ മെത്രാനായിരുന്ന കാലയളവിൽ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, റോഡുകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. ഇടുക്കിയെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ച ശേഷമാണ് ഹൈറേഞ്ചിലെ ഇടവകകളെ ചേർത്ത് പുതിയ രൂപത രൂപീകരിക്കുവാൻ അദ്ദേഹം മുൻകൈയെടുത്തതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ കൂട്ടിച്ചേർത്തു. ഇടുക്കിയിലെ ജനങ്ങളുടെ ആഴമേറിയ വിശ്വാസവും അധ്വാനശീലവുമാണ് നാടിന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്ന് മറുപടി പ്രസംഗത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയും ഈ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ടെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് രൂപതാ കുടുംബം മാർ ജോർജ് പുന്നക്കോട്ടിലിന് ആദരവുകൾ അർപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ സമൂഹബലി നടന്നു. മാർ ജോൺ നെല്ലിക്കുന്നേലും രൂപതയിലെ വൈദികരും സഹകാർമ്മികരായിരുന്നു. തുടർന്ന് പാരീഷ് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ അബ്രാഹം പുറയാറ്റ്, മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ടെസ്ലിൻ SH, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് കോയിക്കൽ എന്നിവർ പ്രസംഗിച്ചു. രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും കൈക്കാരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ, ഫാദർ ജോസ് തച്ചുകുന്നേൽ, ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, ഫാദർ ജിൻസ് കാരക്കാട്ട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വളരെ അധ്വാനം ചെയ്തതാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് പള്ളി എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ട്. പള്ളി സഭ അത് എനിക്ക് അനുഭവത്തിൽ അറിയാൻ സാധിച്ചത്. ഇങ്ങനെ പറഞ്ഞാൽ നടക്കും. ഞങ്ങളുടെ ആദ്യകാലത്ത് ഒരു വലിയ ഉണ്ടായിരുന്ന അച്ഛന് പേര് ഞാൻ പറയുന്നില്ല. അച്ഛൻ പറഞ്ഞു പള്ളിക്ക് സ്ഥലം വേണം. സ്ഥലം വേറെ ഇഷ്ടപ്പെട്ട സ്ഥലം. പക്ഷെ ആ വ്യക്തിക്ക് 2 ഏക്കർ സ്ഥലമുള്ളൂ. അതിൽ നിന്ന് പള്ളിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാകില്ല. അച്ഛൻ ഒരുപാട് നടന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ സ്ഥലമാണെങ്കിൽ പള്ളിക്ക് കൊള്ളാം. അത് 3 ഏക്കർ സ്ഥലം എഴുതി പറഞ്ഞ് അച്ഛനെടുത്തു എന്ന് പറഞ്ഞു. അച്ഛനെടുത്തു. ആരാ അങ്ങനെ പറയുന്നത്? ഇടുക്കിക്കാരെ അങ്ങനെ പറയുള്ളൂ. അതിൻ്റെ 3 ഏക്കർ സ്ഥലത്ത് 1 ഏക്കർ പള്ളിക്ക് അച്ഛനെടുത്തു എന്നാണ് പറഞ്ഞത്. ഇടുക്കിയിൽ അവർ എന്ത് പറഞ്ഞാലും നടക്കും. കാരണം ജനങ്ങൾ അത്രയേറെ സഹകരണമുള്ളവരാണ്, അത്രയേറെ ദൈവവിശ്വാസമുള്ളവരാണ്. ഉത്തമമായ വിശ്വാസികൾ, ഏറ്റവും നല്ല വിശ്വാസികൾ. വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടായ്മ. എന്ത് സഭയ്ക്ക് വേണ്ടി ചെയ്യണമെങ്കിലും എന്ത് നല്ല കാര്യം ചെയ്യണമെങ്കിലും ഇപ്പോൾ റെഡിയാണ്. പല അവസരങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാര്യം ഇടുക്കിക്കാർക്ക് പറഞ്ഞത് അവിടെ ഉദാഹരണത്തിനായിട്ട് ഇവിടെ ബത്തേൽ ഭാഗത്ത് അണക്കെട്ടുണ്ടാകണം എന്ന് പ്ലാൻ ഇട്ടു. അണക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമുക്കറിയാം. അതിനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പറഞ്ഞു. ഞാനും വന്നു. കുറേ വർഷങ്ങൾ മുമ്പാണ്. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നല്ല സംഖ്യ ആളുണ്ടായിരുന്നു. ശക്തമായ പ്രഭാഷണങ്ങളുണ്ടായി. അതിൽ ഗവൺമെൻറ് അതിന് പിൻവാങ്ങി. ഡാമുണ്ടായില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴ്ത്തിട്ട് മാറിയിട്ട് ഇരട്ടയാളില് ആളുകൾ കുടിയിറക്കിവിടുന്ന പ്രശ്നമുണ്ടായി. കുടിയിറക്കുവാനായിട്ട് ഗവൺമെൻറ്റും ഇലക്ട്രിസിറ്റി ബോർഡുകാരെല്ലാം റെഡിയായി. പക്ഷെ അതിനെ എതിർപ്പ് ചെയ്യാൻ ആളുകളെ ജനങ്ങൾ പറഞ്ഞ് 3 അണ ഉണ്ടാക്കി തരണം. 3 അണകൾ വെച്ച് 3 പാരകളെന്നാണ്. സോറി, 3 പാരകൾ ഉണ്ടാക്കി തരണം. അണയത്തരന്മാരും വേണം. 3 പാരകൾ വേണം. കുടിയെത്തുന്ന ആൾക്ക് സ്ഥലം കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. നാളുകളിൽ കൂടി ഇലക്ട്രിസിറ്റി ബോർഡുകാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൂടി കോതമംഗലത്ത് വന്നു. അവർ ഞാനും പറഞ്ഞത് ജനങ്ങൾ പറയുന്നത് ശരിയാണ്. 3 പാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം, കുടിയെത്താൻ സ്ഥലം കൊടുക്കണം. സ്ഥലം തരണമെങ്കിൽ ഞങ്ങളെല്ലാം
പുരോഗത മുഴുവൻ ഇതിനെതിരായിട്ട് സമരം ചെയ്യുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ ആളുകളുടെ കാര്യം പറഞ്ഞതാണ്. ഇവിടെ പിതാവും ജനങ്ങളും അച്ഛന്മാരും ഒറ്റക്കെട്ടാണ്. ഒരു വിഭാഗീയതയൊന്നുമില്ല. സ്റ്റേഷനും എല്ലാം ആദ്യകാലത്ത് സ്റ്റേഷൻ വലിയ കഷ്ടപ്പെട്ട ജീവിതമാണ് ദേശത്തിന് ഇവിടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇടുക്കിയിലെ വളർച്ചയ്ക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഇവിടെ ഉള്ള റോഡുകളിലായിരുന്നു സത്യം, നടപ്പാതകളേ ഉള്ളൂ. അച്ഛന്മാർ 10-20 കിലോമീറ്റർ നടന്ന് പള്ളികൾക്ക് പോയിരുന്നത്. ഇന്ന് വഴികളുണ്ട്, നാദര വഴികൾ. നമ്മുടെ മന്ത്രി എം മണിയൊക്കെ സഹായിച്ചായിരിക്കാം, ചെയ്യാൻ പാടില്ല. നാട്ടിലേക്കാൾ നല്ല വഴികളിരിക്കും, മാന്ത്രം വഴികൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വലിയ പുരോഗതി ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ കട്ടപ്പാടാണ്.